ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എല്ലാവരും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന മണ്ഡലം ഏതെന്നതിന് ആര് നൽകുന്ന ഉത്തരം അത് തൃശ്ശൂർ എന്നായിരിക്കും. സുരേഷ് ഗോപിയുടെ സാന്നിധ്യം തന്നെയാണ് അതിന് കാരണവും. ഇപ്പോൾ മാധ്യമപ്രവർത്തകരും സോഷ്യൽ മീഡിയകളും തൃശ്ശൂരിൽ വട്ടമിട്ട് പറക്കുകയാണ്. അനുകൂലമായും പ്രതികൂലമായും വാർത്തകൾ ഓരോ മിനിറ്റും തൃശ്ശൂരിൽ നിന്ന് വന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് ഗോപിയാശാനാണെങ്കിൽ നാളെ വിഷയം മറ്റൊന്നാകും. പക്ഷേ എനിക്ക് പറയാനുള്ളത് സുരേഷ് ഗോപിക്ക് വേണ്ടി മാത്രമല്ല, കാലങ്ങളായി തൃശ്ശൂരിന് വേണ്ടി പ്രവർത്തിക്കുന്ന രണ്ട് യുവാക്കളുടെ സമാജസേവയെക്കുറിച്ചാണ്. പൊതുവെ രാഷ്ട്രീയ വളർച്ച കുറവുള്ള BJPക്ക് കേരളത്തിൽ വളരെ കുറച്ച് ജനപ്രതിനിധികൾ മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ കേവലം 2 സീറ്റും ബ്ലോക്ക് ഡിവിഷനിൽ കേരളമാകെ വെറും 37 സീറ്റും മാത്രമാണുള്ളത്. അതിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരാൾ തൃശ്ശൂർ തളിക്കുളം ബ്ലോക്ക് ഡിവിഷനിലെ ബഗീഷ് പൂരാടനാണ്. മത്സ്യബന്ധനം ഉപജീവനമാർഗമാക്കി ജീവിക്കുന്ന ഒരു അരേ കുടുംബത്തിൽ ജനിച്ച ബഗീഷ് കുട്ടിക്കാലം മുതലേ സംഘത്തിൻ്റെ പ്രവർത്തകനാണ്. പിന്നീട് വിദേശത്ത് ജോലിക്കായി പോയപ്പോഴും തൻ്റെ ആദർശം വിടാതെ ദുബായും തൻ്റെ കർമ്മമേഖലയാക്കി മാറ്റാൻ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. BJPയുടെ NRI സെല്ലിൻ്റെ ചുമതലയിലുണ്ടായിരുന്ന ബഗീഷ് പിന്നീട് നാട്ടിലെത്തി മുഴുവൻ സമയ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു. നാട്ടിലെ വിവിധ ആവശ്യങ്ങൾക്കായി എന്നും സമരമുഖത്തുള്ള ബഗീഷിനെ കേരളമാകെ അറിയുന്നത് ശബരിമലയിലെ ആചാരലംഘനത്തിനെതിരെയുള്ള സമരത്തിൻ്റെ മുഖമായി അറസ്റ്റിലായപ്പോഴാണ്. തൻ്റെ സ്വന്തം നാടായ തളിക്കുളത്ത് മാത്രമല്ല, നിയമസഭാ മണ്ഡലമായ നാട്ടിക, പാർലമെൻറ്റ് മണ്ഡലമായ തൃശ്ശൂർ മുഴുവൻ വളരെ വലിയ സൗഹൃദ ബന്ധങ്ങളുള്ള ബഗീഷ് കുട്ടികൾക്കൊപ്പം കളിക്കാനും ചെറുപ്പക്കാർക്കൊപ്പം ക്ലബ്ബിലും തുടങ്ങി തൻ്റെ സ്നേഹസ്പർശം എന്ന ചാരിറ്റി ഫൗണ്ടേഷനിലൂടെ ആ നാടിൻ്റെ ആകെ ഒരു പ്രതീക്ഷയായി മാറുകയും ചെയ്തു. പിന്നീടാണ് 2020 തളിക്കുളം ബ്ലോക്ക് ഡിവിഷനിൽ സ്ഥാനാർത്ഥിയായി അദ്ദേഹം മത്സരിക്കുന്നത്. മുൻപ് വാർഡിൽ പോലും മത്സരിച്ച് പരിചയമില്ലാത്ത ഒരാൾ BJPക്ക് വേണ്ടി നേരിട്ട് ബ്ലോക്കിലേക്ക് മത്സരിക്കാൻ തയ്യാറാകുന്നത് തന്നെ കേരളത്തിൽ അതിശയമായിരിക്കെ, സ്ഥാനാർത്ഥിയാക്കിയ നേതൃത്വത്തെ പോലും ഞെട്ടിച്ചുകൊണ്ട് ബഗീഷ് തൻ്റെ ആദ്യ ശ്രമത്തിൽ തന്നെ ഇടതുപക്ഷത്തിന് മൃഗീയ സാന്നിധ്യമുള്ള ബ്ലോക്ക് ഡിവിഷനിൽ 122 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയം നേടി. സാധാരണ സ്ഥാനാർത്ഥികളെപ്പോലെ അമിത വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് നൽകാതെ ബഗീഷ് ജനങ്ങളോട് പറഞ്ഞത് ഒരേ ഒരു വാക്കാണ്: ഞാൻ ജനപ്രതിനിധിയായാൽ എൻ്റെ ഡിവിഷനിൽ ഒരു കുടുംബവും ആഹാരം കിട്ടാതെ പട്ടിണി കിടക്കില്ല. പണമില്ലാത്തതുകൊണ്ട് മരുന്ന് ലഭിക്കാതിരിക്കില്ല. അതെൻ്റെ ഉറപ്പാണ്. അതുമാത്രമായിരുന്നു അദ്ദേഹം നൽകിയ വാക്ക്. ഇന്നും ആ വാക്ക് വളരെ കൃത്യമായി പാലിച്ചു പോരുന്ന ബഗീഷ് പൂരാടൻ തനിക്ക് ലഭിക്കുന്ന ശമ്പളം ഓരോ മാസവും തൻ്റെ ഡിവിഷനിൽ അർഹതപ്പെട്ട ഓരോ കുടുംബത്തെ കണ്ടെത്തി നൽകുന്നു. അത് വെറും വാക്കല്ല. 2021 ജനുവരിയിൽ തുടങ്ങിയ ആ പുണ്യപ്രവൃത്തി 36 മാസങ്ങൾ പിന്നിട്ട് ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നു. അത് അതിശയം തന്നെയാണ്. പലരും മാനവസേവ, മാധവസേവ എന്നൊക്കെ പറയുമ്പോൾ ബഗീഷ് തൻ്റെ ശമ്പളത്തിൽ നിന്ന് 1 രൂപ പോലും സ്വന്തം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാതെ താൻ പ്രവാസിയായിരുന്ന കാലത്തെ സൗഹൃദങ്ങളും മറ്റ് രാഷ്ട്രീയ ബന്ധങ്ങളും ഉപയോഗിച്ച് ആവുന്ന പണം പരമാവധി സുഹൃത്തുക്കളിൽ നിന്ന് സമാഹരിച്ച് തൻ്റെ സ്നേഹസ്പർശം എന്ന ചാരിറ്റി ഗ്രൂപ്പ് വഴി രോഗികൾക്ക് നൽകി സഹായിക്കുന്നു. ടോയ്ലറ്റുകൾ നിർമ്മിച്ച് നൽകുന്നു, വീട് വെച്ച് നൽകുന്നു. അത് ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രശംസനീയം. കൂടാതെ കോവിഡ് കാലത്ത് ചെയ്ത സഹായ പ്രവർത്തനങ്ങൾ, അതൊന്നും കൂടാതെ പലരും ഭയന്ന് മടിച്ചു നിന്ന സന്ദർഭങ്ങളിൽ PPE ധരിച്ച് സ്വയം മുന്നിട്ടിറങ്ങി കേരളത്തിനാകെ ബഗീഷ് പൂരാടൻ മാതൃകയായ സംഭവങ്ങളുമുണ്ട്. നാടിൻ്റെ പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ ജനപ്രതിനിധിയാവുന്നതിന് മുമ്പ് തന്നെ ചെയ്ത സമരങ്ങളും പ്രവർത്തനങ്ങളുമാണ് ബഗീഷിന് ഈ വിജയം നേടാൻ സഹായിച്ചത്. അതിന് ഒരു മാറ്റവുമില്ലാതെ ഇപ്പോഴും അതേപോലെ തുടരുന്നു എന്നതാണ് ബഗീഷിനെ വ്യത്യസ്തനാക്കുന്നത്. അരേ കുടുംബത്തിൽ ജനിച്ച കടലിനെ അറിയുന്ന ബഗീഷ് എന്നും അവർക്കൊരു തുണ കൂടിയാണ്. അത് കേന്ദ്രമന്ത്രിമാരെ നാട്ടിലെത്തിച്ച് മുക്കുവരുടെ പ്രശ്നങ്ങൾ ബോധ്യപ്പെടുത്തി പരിഹാരം കാണുന്നതിലാണെങ്കിലും കടലിൽ വഞ്ചി തകർന്ന് അപകടമുണ്ടായപ്പോൾ കുട്ടികളെ രക്ഷിക്കാൻ മുന്നിൽ നിന്നതായാലും ഈ മനുഷ്യൻ നാടിനൊരു ഉപകാരി തന്നെയാണ്. ശബരിമല സമരം മാത്രമല്ല, തീരദേശ ഹൈവേ, ഭൂമി ഏറ്റെടുക്കൽ തുടങ്ങി കേരള സർക്കാരിൻ്റെ ജനദ്രോഹങ്ങൾക്കെതിരെ ഒറ്റയ്ക്കും ജനങ്ങളെ കൂട്ടിയും പോലീസിനെ വെല്ലുവിളിച്ചും നാട്ടുകാർക്കൊപ്പം ബഗീഷ് എന്നുമുണ്ട്. വിശ്രമമില്ലാതെ സുരേഷ് ഗോപിക്ക് വേണ്ടി ബഗീഷ് ഇപ്പോൾ ഓടി നടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ സമാഹരിക്കാൻ ഞാൻ ഒരു ഇൻ്റർവ്യൂവിനായി വിളിച്ചിരുന്നു. ഇപ്പോൾ സമയമില്ല. എൻ്റെ നാട്ടികയിൽ സുരേഷ് ഗോപിക്ക് ഭൂരിപക്ഷം, അതാണ് ഇപ്പോഴത്തെ എൻ്റെ ലക്ഷ്യം. ഇൻ്റർവ്യൂ പിന്നീട് മതിയോ എന്നായിരുന്നു സ്നേഹത്തോടെയുള്ള ബഗീഷിൻ്റെ മറുപടി. അതാണ് ഈ മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത്. നാട്ടിക ഒരു പട്ടികജാതി സംവരണ മണ്ഡലം അല്ലായിരുന്നെങ്കിൽ BJPക്ക് മുമ്പിൽ സ്ഥാനാർത്ഥിയായി ബഗീഷ് പൂരാടനല്ലാതെ മറ്റൊരു ചോയ്സ് ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ജനങ്ങൾക്ക് മുമ്പിലും MLA എന്ന ഗണത്തിൽ മറ്റൊരു ചോയ്സ് അവർക്കുണ്ടാവില്ല. കാസർഗോഡ് ജില്ലയിലെ ഒരു സാധാരണ ബ്ലോക്ക് മെമ്പറിനെ കാസർഗോഡ് പോലൊരു A ക്ലാസ് പാർലമെൻറ്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി പോലും പരിഗണിച്ച പാർട്ടിയാണ് BJP. അപ്പോഴെന്തായാലും ബഗീഷ് പൂരാടൻ എന്ന ഈ പോരാളിയെ, ജനങ്ങളുടെ നേതാവിനെ കാണാതെ പോകാനാവില്ല എന്ന് എനിക്കുറപ്പാണ്. ഒഴിവു സമയം കിട്ടുമ്പോഴെല്ലാം ഉത്തരേന്ത്യ ഉൾപ്പെടെ ക്ഷേത്രങ്ങളിൽ തീർത്ഥാടനം നടത്താൻ ശ്രമിക്കുന്ന ബഗീഷിന് ഹിന്ദിയും നന്നായി സംസാരിക്കാൻ അറിയാമെന്നത് മേന്മയാണ്. തൻ്റെ ഡിവിഷനിലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച് അദ്ദേഹത്തിൻ്റെ രാജിക്കായി വലിയ പ്രക്ഷോഭവും നിരാഹാര സമരവും നടത്തിയ ചരിത്രമുണ്ട് ബഗീഷിന്. അങ്ങനെ നിരാഹാര സമരം കടന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെ രാജിവെപ്പിച്ച നേതാവ് കൂടിയാണ് ബഗീഷ് പൂരാടൻ. അത്തരത്തിൽ ഒരു പ്രസിഡന്റിനെ രാജിവെപ്പിക്കാൻ
മറ്റൊരു പ്രതിപക്ഷ പാർട്ടിയിലെ നേതാവിന് കഴിഞ്ഞു എന്നത് കേരളത്തിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ടത് തന്നെയാണ്. എന്തായാലും ഈ മനുഷ്യൻ, അല്ലെങ്കിൽ അറിയപ്പെടാതെ പോകുന്ന ഈ മനുഷ്യനെ പോലെ പല അണ്ണാമലയും തേജസ്വി സൂര്യമാരും കേരളത്തിലുണ്ട്. അവർക്ക് വളർന്നു വരേണ്ട പാത കേരളത്തിൽ അതികഠിനമാണെന്നുള്ളത് വസ്തുതയാണല്ലോ. ഇതുപോലെ തന്നെ തീർത്തും വ്യത്യസ്തനായ മറ്റൊരു അരയുവാവും തൃശ്ശൂരിലുണ്ട്. പേരിൽ തന്നെ മുക്കുവൻ എന്ന് പ്രതിഷ്ഠിച്ച് പ്രവർത്തിക്കുന്ന അൻമോൽ മോത്തി എന്ന ചാവക്കാടിൻ്റെ പ്രതീക്ഷ. കഴിഞ്ഞ ചാവക്കാട് മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുപ്പിൽ കേവലം ഒരു വോട്ടിനാണ് മോത്തിയുടെ വിജയം കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടമായത്. ചാവക്കാട്ടെ പാരമ്പര്യ കളരിയഭ്യാസിയും മർമ്മചികിത്സനുമായിരുന്ന മഞ്ചമ്പറത്ത് ബാലൻ്റെ മകനായി ജനിച്ച മോത്തി അച്ഛൻ്റെ പാരമ്പര്യം പിന്തുടരുന്ന മികച്ച കളരിയഭ്യാസിയും വിദേശികളെ അടക്കം പരിശീലിപ്പിക്കുന്ന പരിശീലകനുമാണ്. തൃശ്ശൂർ കേരളവർമ്മയിലെ കോളേജ് പഠനകാലത്ത് തന്നെ കുടുംബത്തിൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടി വന്ന മോത്തി അങ്ങനെ കടലിൽ ഇറങ്ങേണ്ടി വന്നു. പിന്നീട് മത്സ്യത്തൊഴിലാളിയുടെ ജീവിതവും കഷ്ടപ്പാടും അനുഭവിച്ച പരിചയത്തിൽ നിന്ന് തന്നെയാണ് അവർക്ക് വേണ്ടി ഈ രാഷ്ട്രീയ പ്രവർത്തനം മോത്തി തുടങ്ങുന്നത്. 2018 പ്രളയകാലത്ത് രക്ഷകരായി വന്ന മുക്കുവർക്കൊപ്പം ഉണ്ടായിരുന്ന മോത്തി പക്ഷേ സൈനികരെ ഇകഴ്ത്താൻ വേണ്ടി മുക്കുവരെ പുകഴ്ത്തുന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെതിരായി സംസാരിക്കാനും തയ്യാറായി. കേവലം ഒരു വോട്ടിന് മാത്രമുണ്ടായ പരാജയത്തിന് ശേഷവും ചാവക്കാട്ടെ ജനങ്ങൾക്ക് വേണ്ടി എന്നും മോത്തി കൂടെയുണ്ട്. അത് ഓരോ വീട്ടിലേക്കും ഉജ്ജ്വല യോജന വഴി ഗ്യാസ് എത്തിക്കാനാണെങ്കിലും, ആവാസ് യോജന വഴി വീട് ഉറപ്പാക്കാനാണെങ്കിലും, സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന ആയുഷ്മാൻ ഭാരത് യോജനയ്ക്ക് വേണ്ടിയാണെങ്കിലും മോത്തി നാട്ടിലുണ്ട്, കൂടെയുണ്ട്. നിലവിൽ OBC മോർച്ചയുടെ സംസ്ഥാന സോഷ്യൽ മീഡിയ ചുമതല വഹിക്കുന്ന മോത്തി 2 വർഷമായി തൻ്റെ സ്വപ്ന പദ്ധതിയായ ഗുരുവായൂർ താനൂർ റെയിൽ പദ്ധതിയുടെ പിന്നാലെയാണ്. വിവിധ മന്ത്രിമാരെ കണ്ടും റിപ്പോർട്ടുകൾ നൽകിയും സമരങ്ങൾ നയിച്ചും ജനങ്ങൾക്കൊപ്പമുള്ള മോത്തിയും ഇപ്പോൾ സുരേഷ് ഗോപിക്ക് വേണ്ടിയുള്ള പ്രചാരണ പരിപാടിയിൽ തിരക്കിലാണ്. 2021 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേവലം ഒരു വോട്ടിന് പരാജയപ്പെട്ടതിന് ശേഷം എല്ലാ വീട്ടിലും കയറി ഇറങ്ങി നന്ദി പറഞ്ഞ അപൂർവം സ്ഥാനാർത്ഥികളിൽ ഒരാളായിരുന്നു അൻമോൽ മോത്തി. അതിൻ്റെ ഭാഗമായി അദ്ദേഹം എഴുതിയ ഒരു കുറിപ്പുണ്ട്. നിനക്കെന്നെ എങ്ങനെയെങ്കിലും താങ്ങിക്കൊണ്ടുപോകാമായിരുന്നില്ലടാ. ആ 320 വോട്ടുകൾക്ക് നന്ദി പറയാൻ ചാവക്കാട് മുനിസിപ്പാലിറ്റിയിലെ 21ാം വാർഡിലെ വീടുകളിൽ ചെന്നപ്പോൾ ഇണ്ണീരകത്ത് വാസുവേട്ടൻ ചോദിച്ചതാണ്. വാസുവേട്ടൻ നിശേഷം കിടപ്പിലാണ്. അതുപോലെ കിടപ്പിലുള്ള 4 പേരുടെ ഓപ്പൺ വോട്ടുകൾ വേണ്ടെന്ന് വെക്കേണ്ടി വന്നു. ഈ കോവിഡ് സമയത്ത് അത്തരമൊരു സ്വാർത്ഥത മനുഷ്യത്വപരമല്ലെന്ന ദൃഢനിശ്ചയം തന്നെയാണ് അങ്ങനൊരു തീരുമാനമെടുക്കാൻ കാരണമായത്. ഇന്ന് ഒരു വോട്ടിന് പരാജയപ്പെട്ട് നിൽക്കുമ്പോഴും ആ തീരുമാനത്തിൽ യാതൊരു വിഷവും എനിക്കില്ല. പക്ഷേ ഒരു ഗുണപാഠമുണ്ടായി. രാഷ്ട്രീയത്തിൽ ധാർമ്മികതയ്ക്കും മനുഷ്യത്വത്തിനും അത്ര വലിയ സ്ഥാനമൊന്നുമില്ല. ഇവരെ പോലെ പലരെയും യഥാസമയം കൈപിടിച്ചുയർത്തേണ്ട ആളുകൾ അത് ചെയ്യുന്നുണ്ടോ എന്നതിൽ നിരാശയും പരാതിയുമുണ്ടെങ്കിലും ഇത്തരം നിസ്വാർത്ഥ പ്രവർത്തനം നടത്തുന്ന ചെറുപ്പക്കാർ രാഷ്ട്രീയത്തിലുണ്ട്, ഈ നാട്ടിലുണ്ട് എന്നത് ഈ നാടിന് നൽകുന്നത് വലിയ പ്രതീക്ഷയാണ്.